അതാ CD കണ്ടാ മതി. CD അവരിറക്കിയ CD, അവര് വിതരണം ചെയ്ത CD നിങ്ങൾ എടുക്കുക. അതിന്റെ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ അതിൽ കൃത്യമായി പറയുന്നുണ്ട് തൗഹീദിന്റെ ശവപ്പെട്ടി ആണിയടിക്കും എന്ന്. നിങ്ങൾ ആ സംവാദം ഒന്നാണ് കേട്ടാൽ മതി. അപ്പൊ ഫൈസൽ ഹസനുടെ വിഷയാവതരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ തൗഹീദിന്റെ ഇത് കൃത്യമായി അതിലുണ്ട്. നിങ്ങൾ കേട്ടോ, ഇങ്ങോട്ടിലാക്കി. സമയം വളരെ വിലപ്പെട്ടതാണ്. ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കും സഹോദരന്മാരെ. ഇത് നമ്മൾ വിഷയാവതരണം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷയാവതരണം തൊട്ട് നമ്മൾ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ ഹസനിയുടെ വിഷയാവതരണം ഞാൻ തരാം. എന്നിട്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. വിഷയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് കോടമ്പുഴയിൽ വെച്ച് ചർച്ച ചെയ്തത്. ഫൈസൽ ഹസനി ഇവരൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? അതെ, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം, അതാണ് ഇതെല്ലാം പറഞ്ഞതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് ഞങ്ങൾ ഇതാ പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയാവതരണം നമ്മൾ തുടങ്ങിയത് തന്നെ. ആ വിഷയാവതരണം നിങ്ങൾ ഒന്നിച്ച് കേട്ടാൽ തന്നെ അത് വിഷയത്തിൽപ്പെട്ടതല്ലാന്ന് ഈ വിഷയത്തിൽ ബോധമുള്ള ആരും പറയൂല. അതിപ്പോ കുഞ്ഞീത് മദനിന്റെ ബുക്ക് എടുത്താലും ഏത് പുസ്തകം എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്ന സത്യം, അതിലുള്ള കാര്യം അഭൗതികമായ മാർഗത്തിലുള്ള സഹായം തട്ടാൻ പറ്റൂല. അതുകൊണ്ട് ഇത് പറ്റൂല. ഇതെന്നെ കേൾപ്പിച്ചു കൊടുക്കും. നമ്മളെ വിഷയാവതരണത്തിലേക്ക് തന്നെ വന്നോട്ടെ. വിഷയാവതരണത്തിലെ ആദ്യത്തെ ഭാഗം ബഹുമാനപ്പെട്ട ഫൈസൽ ഹസന് 3. ഞങ്ങൾ ഈ സംവാദത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ കുറച്ചൊന്നല്ല ഇടങ്ങാറായിട്ടുള്ളത്. നിങ്ങൾ അവിടെ കോടമ്പഴത്തെ പ്രവർത്തകരോട് ചോദിച്ചു നോക്ക്. പരമാവധി 5ഉം 10ഉം ഖണ്ഡനം വേണമെന്നുള്ള ഒഴിവായി, പല നിലക്കും ഒഴിവായി പോയി. പിന്നെയും നമ്മുടെ പ്രവർത്തകർ, വിശിഷ്യ അവിടുത്തെ 2 മാന്യന്മാരായ മധ്യസ്ഥന്മാർ, അവരാണ് ഇതിലേക്ക്, ഈ വിഷയത്തിലേക്ക് ഇവരെ പിടിച്ചു കൊണ്ടുവന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ അവര് തന്നെ സ്വയം ആത്മഹത്യാപരമായ وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയിരിക്കുന്നു. തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു എന്നും നീ പറയുക. തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ മുശ്രിക്കാക്കാൻ തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. എന്ത് കളവാണോ ഈ നടത്തി? ആ ആയത്ത് കൊടുത്തിട്ടുണ്ടോ? ആ ആയത്തിന്റെ ഉദാഹരണങ്ങളെ സീഡിയന്റെയായി. തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിക്കും. സാധാരണക്കാരെന്താ മനസ്സിലാക്കുക? ഓ, തൗഹീദ് നശിപ്പിക്കാനപ്പോ സംവാദത്തിന് വന്നത്. അവിടെ നിങ്ങളുടെ തൗഹീദിന്റെ, അത് കേൾക്ക്, നിങ്ങളുടെ തൗഹീദിന്റെ ശവപ്പെട്ടി. അപ്പൊ സീഡി തുടങ്ങുന്നത് തന്നെ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ ദജ്ജാലൂന കദാബൂന, വഞ്ചകന്മാർ. സ്വദഖത യാ റസൂലല്ലാഹ്. നിങ്ങൾ നോക്ക്, എന്തിനാണ് ഈ വഞ്ചന? പരലോകത്ത് നിങ്ങളെ ഈ സീഡി വരില്ലേ? ഒരു ബോധവുമില്ലേ നിങ്ങൾക്ക്? സമുദായത്തെ നശിപ്പിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചത്? ഇനി നിങ്ങൾ നോക്കൂ, വിഷയാവതരണത്തിലേക്ക് നമ്മൾ കാണിച്ചു തരാം. വിഷയാവതരണം വിഷയം ഇസ്തിഗാസ എന്നാണ്. ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ് എന്നാണ് മുജാഹിദുകൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിന് സുന്നിപക്ഷം മറുവാദമായി എഴുതിയിരിക്കുന്നത് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളതും ശിർക്കല്ലാത്തതുമാണ് എന്നല്ല, മറിച്ച് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല എന്നാണ്. അതിനാൽ അത് ശിർക്കുമല്ല. അപ്പോൾ
ഖുർആൻ അള്ളാഹു അല്ലാത്തവർ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ട് എന്ന വിഷയത്തിൽ തർക്കമല്ല. ആ ദുആ എപ്പോഴാണ്, ആ തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത് എന്നതാണ് പ്രശ്നം. ഈ തേട്ടം ശിർക്കാകുന്നതിൻ്റെ മാനദണ്ഡം, മുജാഹിദുകൾ അത് ശിർക്കാണെന്നാണല്ലോ പറയുന്നത്. അത് ശിർക്കാണ് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം അവർ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1-2 മാത്രം ഞാനിവിടെ വായിക്കണം. ഇത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്ന കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകമാണ്. അവിഭക്ത മുജാഹിദുകളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്നു, ഇബാദത്ത് എന്നത് വിപുലമായ ഒരു സാങ്കേതിക പദമാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിൻ്റെ ഉറവിടം. അഭൗതികമായ നിലക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ശക്തിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതോടുകൂടെ ഇബാദത്ത് വന്നു, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം വന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പം മരിച്ചവരോട് തേടുന്നത് പ്രാർത്ഥനയും ശിർക്കുമാകാനുള്ള കാരണം മരിച്ചുപോയവർ മരിച്ചുപോയി എന്നതല്ല, എന്ന് പറഞ്ഞാൽ തേട്ടം മരിച്ചവരോടായി എന്നതല്ല, മറിച്ച് ആ തേട്ടം അഭൗതികമായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചതായി എന്നതാണ്. ഒരു വാദം ഉണ്ടാക്കുമ്പോൾ അതിനൊരു അടിത്തറ വരാതെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ പ്രദേശത്ത് ഹോട്ടലിൽ കയറിയിട്ട് ഒരു മനുഷ്യൻ ചായ കുടിക്കും. അടുത്ത നല്ല മധുരമുള്ള ഒരു ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോൾ ഒരു വഹാബി വന്നിട്ട് പറഞ്ഞു, എന്താടാ ഈ കുടി? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ള് കുടിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്താ ഈ കുടി? ആരോട്? ചായ കുടിക്കുന്നതിനോട്. അപ്പൊ മൗലവിന്റെ വാദം ഇത് കള്ളാണ്, ചായയാണോ കുടിക്കുന്നത്, കള്ളാണ് അവന്റെ വാദം. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? മൗലവി ആദ്യം ഒരു വാദം ഉണ്ടാക്കി. ഉദാഹരണം പറയാണ്, എന്താണ് അയാൾ അടിസ്ഥാന വാദം? ഉദാഹരണം പറഞ്ഞു കേട്ടോളൂ. എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാകുന്നു. അയാൾ ആദ്യം ഉണ്ടാക്കി, എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാകുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, അതുകൊണ്ട് ഇത് മധുരമുള്ള വെള്ളമാണ്, ഈ കുടിക്കുന്ന ചായ, അതുകൊണ്ട് അതും കള്ളാകുന്നു, അത് ഹറാമാണ്. മനസ്സിലായോ? അപ്പൊ ചായ കള്ളല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ പോകുമ്പോ നമ്മൾ എന്താ ചെയ്യാ? മൗലവിന്റെ ഈ കാരണത്തെ നമ്മൾ ചോദ്യം ചെയ്യും. എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണെന്ന വാദം തെറ്റാണ്. അതല്ലേ നമ്മളിതിനെ മർമ്മത്തിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ? ഇതാണ് ഇവിടെ സംഭവം. മരിച്ചുപോയ മഹാന്മാരോട് പിന്നെ ഇസ്തിഗാസ നടത്തൽ, സഹായം തേടി ശിർക്കാന്ന് പറയാനുള്ള കാരണം അവര് മരിച്ചു എന്നതല്ല, പിന്നെയോ അവര് അഭൗതിക ലോകത്താണ്, മറഞ്ഞ ലോകത്താണ്, തെളിഞ്ഞ ലോകത്തല്ല, മറഞ്ഞ ലോകത്താണ് എന്നതാണ് കാരണം. ആ കാരണത്തെയാണ് കോടമ്പുഴ സംവാദത്തിൽ വേരോടെ പിഴുതെറിഞ്ഞത്. ആദ്യം ഒന്ന് ഉണ്ടാക്കുക, പിന്നെ അതിന്റെ പിന്നാലെ പറയാം. മധുരമുള്ള വെള്ളമൊക്കെ കള്ളാണെന്ന് പറയാ, എന്നിട്ട് മധുരമുള്ള ചായയെ കള്ളാക്കുന്ന ഏർപ്പാട്. അഭൗതിക മാർഗത്തിലൂടെ സഹായം നേടിയാൽ ഒക്കെ പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന് പറഞ്ഞുണ്ടാക്കി. അതാരാ എഴുതിയത്? കുഞ്ഞീദ് മദനി എഴുതി. കുഞ്ഞീദ് മദനിക്ക് എവിടുന്ന് കിട്ടിയത്? ഇസ്ലാമിന്റെ തൗഹീദാണോ ഇത്? അല്ല, അത് റഷീദുൽ റിള എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളാണ് ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഏത്? അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം ശിർക്കാണെന്ന് ആദ്യം ഉണ്ടാക്കിയ ആള് റഷീദുൽ റിളയാണ്. അയാളെ കുറിച്ച് നമ്മുടെ സംവാദത്തിൽ ഫൈസൽ ഹസൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റഷീദുൽ റിള എന്ന് പറയുന്ന ആൾ ആരാണെന്നും അയാളാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് സലാം സുല്ലമി എഴുതിയതും നമ്മുടെ വിഷയാവതരണത്തിൽ തന്നെ വന്ദിരായ ഫൈസൽ ഹസനി പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേട്ടോളൂ. ഇവർ അടിത്തറ പൊളിഞ്ഞ എല്ലാം കൂടി. എന്താണ് അഭൗതികത എന്ന് ചില സാധാരണക്കാർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടാകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു വലിയനെ സന്ദർശിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അദ്ദേഹം തൻ്റെ കയ്യിന് ഒരു വേദനയുണ്ട്, ഇതൊന്ന് സുഖപ്പെടണം, അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം. അദ്ദേഹം ഒന്ന് തടവി കൊടുക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. ആ തടവൽ, ആ കരസ്പർശം കൊണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇതൊന്ന് സുഖപ്പെട്ട് കിട്ടിയെങ്കിലോ എന്നാണ് അദ്ദേഹം ആശിക്കുന്നത്, വേറൊന്നും അദ്ദേഹം ആശിക്കുന്നില്ല. എങ്കിൽ പോലും ഇവിടെ അഭൗതികമായ രൂപത്തിൽ ഒരു ഗുണപ്രതീക്ഷ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ശിർക്കായി പോയി, അദ്ദേഹം കാഫിറായി പോയി എന്നാണ് മുജാഹിദ് വാദത്തിൻ്റെ പൊരുൾ. ഇതിന് പകരം അദ്ദേഹം ഒരു വൈദ്യനെയാണ് സമീപിക്കുന്നതെങ്കിൽ കാഫിറായി പോവുകയില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇത് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല ആശയങ്ങളും ശിർക്ക് പരമായ ആശയങ്ങളാണെന്ന് പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൽ പഠിപ്പിച്ച പല ആശയങ്ങളും ശിർക്കാണ് എന്ന് പറയേണ്ടി വരും.
ലോക മുസ്ലിങ്ങൾ ഇതുവരെ സ്വീകരിച്ച കൾച്ചർ അത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. ലോക മുസ്ലിമീങ്ങളുടെ നേതാക്കളായ ആഗോള പണ്ഡിതന്മാർ അതുപോലെ സ്വഹാബത്ത് അവർ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നിലപാട്, ഇബാദത്തിനെ കുറിച്ച് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ മാനദണ്ഡം അത് തീർത്തും തെറ്റാകുന്നു. കാരണം വിശുദ്ധ ഖുർആനും ഹദീസിന്റെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും അഭൗതികത എന്നതാണ് ഇതിന്റെ മാനദണ്ഡം എന്ന വാദം തെറ്റാണ് എന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ നിർവചനം ലഭിച്ചത്. അത് റഷീദ് റിള എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് ഇതിന് ആദ്യമായി ഇങ്ങനെ ഒരു നിർവചനം പറഞ്ഞത് എന്ന് അൽ ഇസ്ലാഹ് മാസികയിൽ സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിർവചനം ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഈ അൽ ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ നിർമ്മിച്ച ഒരു മാനദണ്ഡം മാത്രമാണത്. അദ്ദേഹമാണെങ്കിൽ ഒരു പടിഞ്ഞാറ് നോക്കിയാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ മാനദണ്ഡ പ്രകാരം ഇസ്ലാമിനെ വിലയിരുത്തുകയും വിശുദ്ധ ഖുർആനിൽ മുഅ്ജിസത്തുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നെന്നും പറഞ്ഞ് അള്ളാഹുവിന് തിരുത്തു നിർദ്ദേശിച്ച ഒരു ശാസ്ത്ര പൂജകനായ പുരോഹിതനാണ് റഷീദ് റിള എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ അൽ ഖുർആനുൽ ഹക്കീം എന്ന് പറയുന്ന തഫ്സീറുൽ ഖുർആനുൽ ഹക്കീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞ ആശയമുണ്ട്. നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തു കാണിക്കും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ഒരു പുരോഹിതന്റെ വാക്ക് നമുക്ക് തെളിവാക്കേണ്ട കാര്യമില്ല. ഇവരുടെ നേതാവാ, അയാളുടെ അവസ്ഥ എന്താണ്? അള്ളാഹ്ക്ക് തിരുത്തി നിർദ്ദേശിച്ച അള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആനിലെ മൂസാ നബി വടിയിട്ടത് ഈസാ നബിന്റെ ഇതൊന്നും ഇല്ലെങ്കിൽ കുറെ ആളുകൾ അത് കണ്ട് മുസ്ലിമായിരുന്നു. അള്ളാഹിനോട് ഒരു തിരുത്തി. എങ്ങനെയുണ്ട്? എപ്പിസാനോടല്ല, അള്ളാഹിനോട്. അതാ റഷീദ് റിള. അയാളൊരു പുതിയ വാദം ഉണ്ടാക്കി. എല്ലാം മധുരമുള്ള വെള്ളവും കള്ളാന്ന് മറ്റയാൾ ഉണ്ടാക്കിയില്ലേ, അതേപോലൊരു വാദം. അതാണ് മറഞ്ഞ വഴിക്ക് ഉള്ള എല്ലാ സഹായതയും ഗുണം പ്രതീക്ഷിക്കലും ശിർക്കാണ്. അപ്പൊ ഞാൻ പറയാ, നമ്മളൊരു ഗുളിക കഴിക്കാണ്. പനി വന്നപ്പോ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചപ്പോ ഗുളിക ശാസ്ത്രീയപരമായി അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ പറയാം, അത് മറഞ്ഞ വഴിയല്ല, തെളിഞ്ഞ വഴിയാണ്. ഒരു കുട്ടി പിന്നെ കുപ്പി മരുന്ന് നമുക്ക് തന്ന ഡോക്ടർ കൊര വന്നപ്പോ ആ മരുന്ന് നമ്മൾ കുടിച്ചു, ഒരു കുഴപ്പമില്ല. കാരണം അത് അഭൗതിക മാർഗമല്ല, ഭൗതിക മാർഗമാണ്. ശാസ്ത്ര നിരീക്ഷണങ്ങൾ കൊണ്ട് അത് മനസ്സിലാവും എന്താണ് ഇതിൽ അടങ്ങിയത്. അതേ സമയത്ത് പനി വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരികേശം മുക്കിയ വെള്ളം കുടിക്കുന്നു. അപ്പൊ ഈ തിരികേശം മുക്കിയ വെള്ളത്തിൽ ശാസ്ത്രം നോക്കിയാൽ ഒന്നും കണ്ടെത്താനാവില്ല. ശാസ്ത്രത്തിനുണ്ടോ കണ്ടെത്താനാകുന്നു? അപ്പൊ അത് കുടാൽ പനി മാറുമെന്ന് വിശ്വസിച്ചാൽ എന്തായി? മറഞ്ഞ വഴിക്കുള്ള ഗുണപ്രതീക്ഷയായി, അതോടെ ശിർക്കായി. അതാണ് ഇവർ ഈ ഒരു നിർവചനം കൊണ്ടുണ്ടായ ഗുരുമാലതെല്ലാം. സംസം വെള്ളം അതിന്റെ ഉദാഹരണമാണ്. സംസം വെള്ളം കുടിച്ചാൽ ലിമാ ശുരിബലഹു, എന്തിനാണോ കുടിച്ചത് അത് ഹാസിലാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സംസം വെള്ളം ഒരാൾ കുടിക്കുകയാണ്. എന്തിനാ കുടിക്കുന്നത്? എന്റെ രോഗം മാറാൻ, രോഗം മാറാൻ വേണ്ടി, പനി മാറാൻ വേണ്ടി സംസം വെള്ളം കുടിക്കുമ്പോ ആ സംസം വെള്ളത്തിൽ പനി എന്ന ഈ രോഗത്തെ മാറ്റാനുള്ള എന്ത് മരുന്നാണ് ഉള്ളത് എന്ന് ശാസ്ത്രം കണ്ടെത്താത്ത കാലത്തോളം അത് അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടമാണ്, ഗുണം പ്രതീക്ഷിക്കലാണ്. അപ്പൊ ഇവരെ വാദമനുസരിച്ച് സംസം വെള്ളം കുടിച്ചാൽ അതും ശിർക്കാണെന്ന് വരും. അതാ ഫൈസൽ ഹസനി പറഞ്ഞത്. അപ്പൊ ഒരു മൗലവി പറഞ്ഞു, ഈ അടുത്ത് സംസം വെള്ളം കുടി അതിൽ എന്തോ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടുത്തല്ലേ? എത്ര കാലായി സംസം വെള്ളം കുടിക്കാൻ തുടങ്ങി? 4000 കൊല്ലായി. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നോളം ഉള്ള ആളുകളൊക്കെ ശിർക്കില്ല. നിങ്ങളെ വാദത്തിന്റെ പോക്കായത് മുഴുവൻ ശിർക്കാവും ഈ വാദം അനുസരിച്ച്. മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് സഹോദരന്മാരെ, കിതാബ് ഓതി പഠിച്ചുമ്പോ ചിന്തിക്കണം. കിതാബ് ഓതി പഠിച്ചവരുമായി വാദപ്രതിവാദത്തിന് വരുമ്പോ ഞങ്ങൾ അതിനെ മർമ്മത്താ പിടിക്കും. മനസ്സിലായോ? നിങ്ങളെപ്പോലെ ഇൻതദൂഹും മരിച്ചോലെ വിളിച്ചാൽ അത് ഞങ്ങളാണ് പോകില്ല. അതിന്റെ മർമ്മ എവിടെ നോക്കും? അതാ ഈ മാനദണ്ഡം പറഞ്ഞതാ. അത് പൊളിക്കലാ ഞങ്ങളുടെ ലക്ഷ്യം. അതാ കോടം പോയി ഞങ്ങൾ ചെയ്തത്. അതിപ്പോ സക്കരിയ സലായിക്ക് തിരിഞ്ഞ് സലായി പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ജമാഅത്തേരോട് സംവാദത്തിന് പോണ സുന്യാളെടുത്ത് പോകാൻ പറ്റില്ല. ഒരു കിതാബ് ഓതി പഠിച്ച ആളുകളാ ഇത് സക്കരിയ സലാഹിയാ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇയാള് ഇപ്പതൊക്കെ തുറന്നു പറഞ്ഞു. കാരണം പല സ്ഥലങ്ങളിലും ഇയാൾ മുങ്ങിയത്രേ മുഖാമുഖത്തിന് വരാതെ. അപ്പൊ അനസ് പ്രസംഗിച്ചു, കായക്കൊടി പ്രസംഗിച്ചു, സലായി പല സ്ഥലത്തും മുങ്ങുന്നുട്ടോ. അയാൾ പറയാ, മുങ്ങുന്നുണ്ട്, ശരിയാണ്, നിങ്ങളും മുങ്ങിയില്ലേ, പിന്നെന്താ അത്ര പറയാ?
എന്നിട്ട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ പരസ്ഥലത്ത് എന്തിനാ മുങ്ങിയത്? നമ്മൾ പറഞ്ഞു അവിടെ മുഖാമുഖത്തിന് പോകുമ്പോ ചർച്ച ചെയ്ത് പോകണം. അതിന് നിങ്ങൾക്ക് നേരമില്ല. ഒരാൾ അവിടെ നിങ്ങളുടെ വണ്ടി ഇറങ്ങും, വേറെ ആൾ ജീപ്പ് ഇറങ്ങും, എന്നിട്ട് മുഖാമുഖത്തിനാണ് പോകും. ജമാഅത്തേരോട് ഈ കാളമൂത്ര പ്രസംഗത്തിന് പോകണമാതിരി സുന്നിയാളിക്ക് പോകാൻ പറ്റില്ല. ഒരു കിതാബ് പഠിച്ച ആളുകളാ, ഒരു മർമ്മം നോക്കിയാ പറയാ. ആ ബോധം നമുക്ക് വേണമെന്ന് സക്കരിയ സലാഹിന്റെ ഉപദേശം മടവൂരികളെ ഇതെങ്കിലും ഒന്ന് കേട്ടോളൂ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാലത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി ചിരിച്ചുകൊണ്ട് അക്കാറിലുണ്ട് ഇറങ്ങും. മറ്റേയാൾ ഇങ്ങനെ അങ്ങനെ മൂന്നാളും മൂന്ന് ഭാഗത്തുനിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്യാളയത്തുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം, കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജമിയത്തുന്റെ പഴയകാല നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ പറഞ്ഞു നമുക്ക് ഇരിക്കാം. എപ്പോൾ? ഞാൻ നാളെ ഇരിക്കാം, മറ്റന്നാ ഇരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖാണ്, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറുള്ള കാരണം എന്താ അറിയോ? ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്തമാകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണം. എന്നെ ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു നമ്മൾ തമ്മിൽ അവിടുന്ന് വാദപ്രതിവാദം നടത്താൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരുന്നിട്ട് ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോകണമെന്നാണ് വിനീതന എൻ്റെ അഭിപ്രായം. എൻ്റെ വിവരക്കുറവ് കൊണ്ടാണ്. ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഇവര് ഇരിക്കാന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളെയും സ്വഭാവം അതാണ്. അപ്പൊ സക്കരിയ സലാഹിൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ലക്ഷദ്വീപിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അനസ് മൗലവി, എനിക്കില്ല ഇങ്ങനെ കൂടി ഇരിക്കാതെയും ചർച്ച ചെയ്യാതെയും മുഖാമുഖത്തിന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ പഠിച്ച ആളല്ല. എന്ത് ചോദിച്ചോളൂ ഇസ്ലാമിനെ പറ്റി ഞാൻ മറുപടി പറയാൻ എനിക്ക് ധൈര്യമില്ല. വിഷയം ഏതാണോ ആ വിഷയത്തെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യണം, അതിന് ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പോകാന്ന്. പ്രത്യേകിച്ച് നമ്മക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാവും ചെയ്യുമ്പോൾ. എന്നിട്ട് പറയാണ് സക്കരിയ സലാഹിക്ക് ജിന്നിനെ കുറിച്ച് ചോദ്യം വരുന്നത് പേടിച്ചിട്ടാണ്. പിന്നെ അടുത്ത മുഖാമുഖം വന്നു. അവിടെ വിഷയം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നന്ദീത്ത മാതിരി ഇരിക്കാൻ നന്ദി കണ്ടാണെങ്കിൽ ആ വിഷയം വെക്കാൻ പോണ്ട, ഇരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വെച്ചാൽ മതി. അതാണ്. എന്നിട്ട് പറഞ്ഞെടുക്കാണ് സക്കരിയ സലാഹിക്ക് അന്ന് നഷ്ടപ്പെട്ടു. എനിക്ക് ജിന്ന് വിഷയത്തിൽ എന്ത് ചോദ്യം ചോദിച്ചാലും ഓടിരാന്ന് ഇപ്പോഴും എനിക്ക് അഭിപ്രായമില്ല, എനിക്കറിയില്ല എന്നറിയാം. മനസ്സിലായി ഇയാൾക്ക്. അപ്പൊ കിതാബ് ഓതി പഠിച്ച ഞങ്ങൾ വാദപ്രതിവാദത്തിന് വരുമ്പോ അതിന്റെ മർമ്മത്തിലാ പിടിക്കുക. ഇതിന്റെ തൊലിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ അകപ്പം അടിവേരാ കൊടുത്തിട്ട് അഭൗതിക മാർഗം എന്ന ഒന്നുങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വകയാണ്. അതുകൊണ്ടാണ് വഫാത്തായി പോയ റോഡുകൾ സിർക്കായത്. അപ്പൊ ആ മാനദണ്ഡം പൊളിച്ചങ്ങൾ പൊളിഞ്ഞാടി ആ തറന്നെ വിളിച്ചിട്ടത് വിഷയത്തിൽ പെട്ടതാ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്രയും പൊട്ടന്മാരെന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? സാധാരണ സക്കരിയ സലാഹി പറയുന്നത് കരിമ്പിലാക്കല് മൈക്കാണ്. ആരെ മൈക്ക്? സലാം സുലമിന്റെ മൈക്ക്. സുല്ലമി എന്ന് പറഞ്ഞു അത് ഈ സാധു പറയും, അതിന് സ്വന്തമായിട്ട് ഒരു കഥയില്ല. അത് വാദപ്രതിവാദം കേട്ട ആർക്കും മനസ്സിലാവും. ഇയാളെ ചോദ്യം എന്താണെന്നറിയോ? അന്ന് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച ഒരു സംഭവം ഉദ്ധരിക്കണം. ലോകത്ത് വിഡ്ഢികൾക്ക് ഒരു അവാർഡ് കൊടുത്ത ഇയാൾ കൊടുക്കണ്ടേ? ആ ചോദ്യം അത്രയും പൊട്ടത്തരാ. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ. ഒരാൾ ചോദിച്ചു, മോനെ 5 വക്ത് നിസ്കാരത്തിന് എന്താ തെളിവ്? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം ഫർളാക്കപ്പെട്ടതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്ർ നിസ്കരിച്ച ഒരു സംഭവം, അസർ നിസ്കരിച്ച ഒരു സംഭവം, സുബഹി നിസ്കരിച്ച ഒരു സംഭവം ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിക്കണം, എന്നാലേ ഞാൻ നിസ്കരിക്കൂ. അങ്ങനെ ചോദിച്ച അയാളെ പേരെന്താ? കരിമ്പിലാക്കൽ. മനസ്സിലായോ? അല്ലാഹ് പറയാണ്, റസൂലിനെ വിളിക്കണം നിങ്ങൾ, നിങ്ങൾ സഹായം തേടണം. ഡയറക്റ്റ് പറയാ. അപ്പൊ ഇയാൾ അത് പറ്റൂല, റസൂല് തേടിയ സംഭവം എവിടെ? അത് ഈ ചോദ്യം പോലെയാണ്. നിസ്കരിക്കണം എന്ന് ഖുർആൻ, അത് പറ്റൂല. മുഹമ്മദ് നബി 5 വക്ത് നിസ്കരിച്ച സംഭവം എവിടെ? സംഭവം ഉദ്ധരിക്കണം. അതാണ് മൈക്ക്. നിങ്ങൾക്ക് പണ്ടേ പേരിട്ട് മടവൂരികളെ പോലെ അതപ്പതിച്ച ഒരു കൗമ് ദുന്യാവിന് വരണ്ടാവില്ല. മനസ്സിലായോ? ചോദ്യം പോലും അറിയാത്ത സക്കരിയ സലാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടന്മാർ കടമെടുത്ത് പറഞ്ഞതാണ്, എന്റെ വകയിലല്ല. നിങ്ങൾ നോക്ക്. ഇനി നസാഫ് അതിൽ പങ്കെടുത്തവിടെ വന്ന് ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ അയാൾ കോടമ്പുഴയിൽ വെച്ച് പറഞ്ഞു, സംഗതി പറഞ്ഞാല് കിതാബ് നമ്മളെക്കാൾ ഓതിയത് പോലെ തന്നെ എഴുതാം. അതാണ് സമ്മതിച്ചു. നമ്മൾ ഓരത്ര ഓതിയിട്ടില്ല. നസാഫ് പറയട്ടെ. വലിയ ആൾക്കാരല്ലേ
ഓലോടൊന്നും നോക്കാൻ നമ്മൾക്കൊന്നും കഴിയില്ല എന്നുള്ള ഒരു മൗഢ്യധാരണ നമ്മളിൽ നിന്ന് ചില പാവങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിലുള്ള സത്യം പറയാം, നമ്മളെക്കാളൊക്കെ ഓതുന്ന ആൾക്കാർ അവർ തന്നെയാണ്. ഒരുപാട് കാലം കിതാബുമായി കെട്ടിപ്പിണഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവർ തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എന്നിട്ടെന്തേ ഈ പരാജയം? യഥാർത്ഥ മുജാഹിദുകളോട് കളിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അല്ലേ? പരിപാടി കഴിഞ്ഞതിന് ശേഷം കെട്ടിപ്പിടിക്കലുമില്ല, ഉമ്മക്കലുമില്ല, ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ലാത്തൊരു കോലത്തിലായി. എന്തേ? അതിന് അടിസ്ഥാനപരമായിട്ട് കുറച്ചൊക്കെ ആ കോലത്തൂടെ പോയ ഒരാള് എന്നുള്ള നിലയ്ക്ക് പഠിക്കേണ്ട കാലത്ത് ഇവരുടെ പഠനം ആവശ്യമില്ലാത്ത ഓരോ മസാലകൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സാങ്കല്പികമായ കുറെ കാര്യങ്ങൾ അങ്ങനെ സ്വയം നിർമ്മിച്ചെടുത്ത് അതിന്മേൽ ചുറ്റിപ്പറ്റി കാലം കഴിക്കുകയാണ്. മനസ്സിലായോ? കിതാബ് ഞങ്ങൾ ഓതി പഠിച്ചത് ഇതിന്റെ അടിത്തറ കണ്ടെത്തി അതിനെ നശിപ്പിക്കാനാ. അത് കോടംബോയിൽ സംഭവിച്ചത്. എന്നിട്ട് മൂപ്പര് പറയാണ്, മസ്അലകളിൽ പല സ്ഥലത്തും അയാൾക്ക് പിന്നെ ചില വാക്കുകളുണ്ട്, അത് വല്ലാതെ ഇഷ്ടമുള്ള വാക്കാണ്. സംവാദത്തിന്റെ സിഡി എടുത്തവർക്ക് സുറത്ത്, റുക്കുബത്ത്, ദക്കർ ഇതൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മൂപ്പര് എപ്പോഴും അത് കോടംബോയിൽ ആ സിഡി എടുത്ത് നോക്ക്. ഞാനത് പെടാൻ മടിയായിട്ടാ കാര്യമായി പറഞ്ഞ് ദക്കറിനെ കുറിച്ച്. നിങ്ങളുടെ സ്വഭാവമാണ്, ഞങ്ങൾക്ക് അതില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉദ്ധരിക്കുന്നില്ല. ഇനി ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വായിച്ച കിതാബ് കോടംബോയിൽ വെച്ച് വായിച്ചില്ല ഇബാറത്ത്. ആ ഇബാറത്ത് ഞങ്ങളുടെ മുന്നിൽ വന്നൊന്ന് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ വാ. ഹനഫി മദ്ഹബിലെ മഹാനായ ഒരു പണ്ഡിതന്റെ വാക്ക് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളോട് നിങ്ങൾ സംസാരിച്ചു. പണ്ട് ഓൺലൈനിൽ ഒരു കുട്ടി ഇത് പറഞ്ഞു, അയാൾ അവിടെ വായിച്ച ഇബാറത്ത്. ആ കുട്ടി സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം മെഡിക്കൽ സൈറ്റുകളിൽ കയറി ചെന്ന് പറഞ്ഞ വാദത്തിന്റെ ശാസ്ത്രീയ വശം വിവരിച്ചു കൊടുത്തപ്പോ മുങ്ങിപ്പോന്നിട്ട് ഇവിടെ കോടംബോയിൽ പിന്നെ അത് വിശദീകരിക്കാം. മുന്നിൽ വാ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഞങ്ങളുടെ ഉലമാക്കൾ പറഞ്ഞുകൊണ്ടാണോ നടക്കാൻ കഴിയും നിങ്ങൾക്ക്? പണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഇബ്നു ഹജർ തുഫൈൽ മസ്അല പറയാണ്. എന്താ മസ്അല പറയുന്നത്? മനുഷ്യന്റെ കോശത്തിൽ നിന്ന് വേറൊരു മനുഷ്യനുണ്ടായാൽ, ഒരു മനുഷ്യ സ്ത്രീ പട്ടിക്കുഞ്ഞിനെ പ്രസവിച്ചാൽ, നിങ്ങൾ കളിയാക്കി ഇവരെ ഫിഖ് കണ്ടില്ലേ? അതെങ്ങനെ ഉണ്ടാകോ? മനുഷ്യ കോശത്തിൽ നിന്ന് എങ്ങനെ വേറെ ആളുണ്ടാകോ? ചോദിച്ചു ഇവർ. മനുഷ്യ സ്ത്രീ എങ്ങനെ പട്ടിക്കുഞ്ഞിനെ പ്രസവിക്കുമോ? ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്താൽ ഫിഖിന്റെ ചർച്ചയാണ്. അതുപോലെ തന്നെ ട്യൂബ് ശിശു, അങ്ങനെ ഒരു ശിശു ഉണ്ടായാൽ ആ കുട്ടിയുടെ പെണ്ണാണെങ്കിൽ ആര് വിവാഹം ചെയ്തു കൊടുക്കണം? ഫിഖ് ചർച്ച ചെയ്തു. നിങ്ങൾ കളിയാക്കി. ഒരു പെണ്ണ് ആണായി മാറിയാൽ, ഒരാണ് പെണ്ണായാൽ എന്താ ഹുക്മ്? പണ്ഡിതന്മാര് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു പരിഹസിച്ചു. ഇപ്പോഴോ ശാസ്ത്രം തെളിയിച്ചു. അതൊക്കെ നിങ്ങൾ മേൽപോട്ട് ക്ലോണിംഗ് വന്നു, മേപ്പെട്ടിങ്ങനെ നോക്ക ഖുർആനും ഹദീസും വെച്ച് മറുപടി പറ. ഞങ്ങളെ ഉലമായിനോട് ചോദിക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട്. ക്ലോണിംഗിലൂടെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടാൽ ആ മനുഷ്യന്റെ ഹുക്ം എന്താണെന്ന് തുഹ്ഫ നോക്കി ഞങ്ങൾ പറഞ്ഞു തരും, നിഹായ മരിച്ചു പറഞ്ഞു തരും. മനസ്സിലായോ? ഒരു സ്ത്രീ പ്രസവിച്ചു, നോക്കുമ്പോൾ തല മാത്രം മനുഷ്യന്റേത്, ബാക്കിയൊക്കെ പട്ടി. ആ കുഞ്ഞിന് നിസ്കാരം നിർബന്ധമുണ്ടോ? തൊട്ടാൽ അത് പറയുമോ? വഹാബി ഖുർആൻ മറിച്ചിട്ട് മറുപടി പറ. ഞങ്ങൾ തുഹ്ഫ മറിച്ചിട്ട് മറുപടി പറയും, ഖുർആൻ നോക്കി എഴുതിയതാ. ഫുഖഹാ ഓരോ സാധ്യതയും തെളിയിച്ചപ്പോ പോയത്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയല്ലേ? ഒരു സ്ത്രീ പുരുഷനായി മാറിയാൽ നീ ചോദിച്ചു എങ്ങനെ മാറും? ശാസ്ത്രം തെളിയിച്ചു, ലൈംഗിക വ്യത്യാസത്തിലൂടെ അത് സാധ്യമാണ്. ഇപ്പൊ നീ ഒന്ന് മസല പറ. ഭാര്യയായ ഈ പെണ്ണാണായി മാറിയാൽ അവളെ വിവാഹബന്ധം മുറിയുമോ? ഖുർആൻ നോക്കിയിട്ട് മറുപടി പറ. മുഗ്നി നോക്കിയിട്ട് ഞങ്ങൾ മസല പറഞ്ഞുതരാം, അത് ഖുർആനിൽ നിന്ന് എടുത്തതാ. എന്നിട്ട് ഫുഖഹായിനെ കളിയാക്കിയല്ലേ? ഞങ്ങളെയല്ലല്ലോ നിങ്ങൾ പരിഹസിച്ചത്. ഞങ്ങൾ പറയട്ടെ, ലോകത്ത് പഴയകാല ആലിമീങ്ങളെക്കാൾ നല്ല ഒരു നസാഫ് ലോകത്തില്ല, ഒരു മനുഷ്യരുമില്ല. നിങ്ങളുടെ മുഹദ്ദിസ് ഇതാ വലിയ മുഹദ്ദിസ്, ചില കണ്ടാൽ തന്നെ അറിയാം മുഹദ്ദിസാ. ഇമാമികളെ ഇയാൾ പറഞ്ഞേട്ടോ, ജിന്നി പറഞ്ഞ കാട്ടാളന്മാരാണ്. ഇതാ വല്ല മുഹദ്ദിസിന്റെ കഥ. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച നിഘണ്ടുവാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന.
പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്നിൽ തന്നെ പ്രയോഗിക്കുക, വേറെ പദല്ല. അവ കാട്ടാള ഇയാളെ കഥ നോക്കുന്നത്. നമ്മൾ കക്കൂസ് പോകുമ്പോൾ ദിക്റല്ലോ, അല്ലാഹുവേ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്നല്ലേ നിങ്ങൾ അർത്ഥം പഠിച്ചത്? മടപൂരികളുടെ നേതാവ് എന്താ എഴുതിയിട്ടെന്നറിയോ? കക്കൂസിൽ അങ്ങനെ ഒരു ശൈത്താനൊന്നും ഉണ്ടാവില്ല, കക്കൂസിൽ കൊതുകാനുണ്ടാവുക. ഉപരാർത്ഥം കൊടുത്തു, ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. കാരണം ഇയാള് കക്കൂസ് പോയ വേറെ ശൈത്താനോട് ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം, എവിടെ ഇസ്ലാം കൊണ്ട് കളിച്ചവർ, ജിന്നി എന്ന് പറഞ്ഞ കാട്ടാളന്മാർ, വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെയാണ് ഏത് ജിന്ന്. ഇതാ കടുത്ത യുക്തിവാദം. അപ്പോഴാണ് ഇയാൾ ഇതിൽ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. കൊട്ടപ്പുറത്ത് വെച്ച് ഞങ്ങളെ ഉസ്താദ് വേണ്ട രൂപത്തിൽ ആദർശപരമായി കൈകാര്യം ചെയ്ത ആൾ. അയാളതാ എഴുതുന്നു, ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. ജബ്ബാർ മൗലവി എഴുതിയ അതേ വാക്ക്, രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് ഞങ്ങള് ജബ്ബാർ മൗലവിന്റെ വാക്ക് വായിച്ചതുപോലെ ഓടമ്പുഴ സംവാദത്തിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു, ഔലിയാക്കന്മാരെ വിളിക്കുന്നതിന് എന്താ തെളിവ്? മഹാന്മാരെ വിളിച്ചു. നമ്മൾ പറഞ്ഞു, മോനെ ചോദിക്കാൻ എനിക്ക് അവകാശമില്ല, അതാണ് ആദ്യം പറയാനുള്ളത്. തെളിവൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം, പക്ഷേ നിങ്ങളുടെ മൗലവി ഇതാ പറഞ്ഞു ജിന്നിനെ വിളിക്കാം. മടപൂരിസത്തിലും ജിന്നിറങ്ങി. അതാണ് കോടമ്പുഴ സംവാദത്തിന്റെ ഏറ്റവും നല്ല ഘട്ടം. മനസ്സിലായോ? ജിന്നിൽ നിങ്ങളില്ല ഇങ്ങനെ കുത്തർക്കിയത് നശിച്ചു. അത് ജിന്ന് വരുന്ന നോക്കിക്കോ ഉത്തരം പറയുന്ന സമയത്ത്. ഒരു കാര്യം ഞാൻ പറയുന്നു, അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹനീഫ് മൗലവിയോട് ഞങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും ഏറ്റുമുട്ടിയത് എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചതാണ് അലിമദനി. ഇത് നമ്മൾ പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ ജിന്ന് എന്ന് പറഞ്ഞ ആഘോഷിച്ച കൂട്ടരാ മടപൂരികൾ. കാരണം എന്താ? എറണാകുളം ജില്ലയിലെ 2-3 സ്ഥലം ഞങ്ങൾ മറക്കൂല. ഒന്ന് ആലുവ കുന്നത്തേരി, പഠിച്ചോളൂ, ആലുവയിലെ കുന്നത്തേരി, 2 മട്ടാഞ്ചേരി, 3 ചക്കരപ്പറമ്പ്. ഈ 3 സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ ജിന്ന് കൊണ്ടുവന്നു. അപ്പുറത്ത് കായക്കൊടിയാണ്. കായക്കൊടിയോട് നമ്മൾ ചോദിച്ചു, അല്ല കായക്കൊടി, ജിന്നിനോട് തേടൽ ശിർക്കാണോ? നിങ്ങൾ തുറന്നു പറയണം. പറഞ്ഞില്ല. അപ്പോ കരിമ്പിലാക്കൽ വാളെടുത്തു, അലിമദനി വാളെടുത്തു. കണ്ടോ, ജിന്നിനെ കുറിച്ച് ചോദ്യം വന്നിട്ട് മിണ്ടുന്നില്ല. എവിടെ പോയി നിങ്ങളെ തൗഹീദ് എന്ന് ചോദിച്ചു. അതേ ഗതിയാണ് കോടമ്പുഴയിൽ നിങ്ങൾക്ക് എത്തിയത്. മനസ്സിലായോ? അലിമദനി ഇങ്ങനെ മേപ്പോട്ട് നോക്കുക, ജിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഒരു ദൈ ഇല്ലട്ടോ ഈ വിഷയത്തിൽ, ഒരു ദൈ ഇല്ല. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇവിടുന്ന് ഒരു മറുപടി, അത് വ്യവസ്ഥയായിരുന്നു മട്ടാഞ്ചേരിയിൽ. അപ്പൊ ആലുവയിലോ? അതിലൊരു വ്യവസ്ഥയായിരുന്നോ? സംവാദമായിരുന്നോ? അവിടെ മിണ്ടിയില്ല. ജിന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിണ്ടിയില്ല എന്നല്ലേ സലാം സലം എഴുതിയത്. ഇനി മട്ടാഞ്ചേരിയിൽ തന്നെ നിങ്ങളുടെ മട്ടാഞ്ചേരി സംവാദം എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. മട്ടാഞ്ചേരി വ്യവസ്ഥ സംവാദമായി മാറിയപ്പോൾ അതിന്റെ ഹെഡിങ് എന്നതാ? ഇനി ഞാൻ കരിമ്പിലാക്കലെ കൊണ്ടുവരാം. ഇത് കേട്ടുകൾ വിഷയത്തിൽ പെട്ടതാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കരിമ്പിലാക്കൽ ആരെ ആക്ഷേപിച്ച് പ്രസംഗിക്കുന്നു? കായക്കൊടി അനസ് ടീമിനെ. എന്താ വിഷയം? നമ്മൾ ജിന്നിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞത് വിഷയത്തിൽ പെട്ടതല്ല, ഞങ്ങൾ മിണ്ടൂല. ആര്? കായക്കൊടി. അത് കായക്കൊടിക്കുള്ള ഒരു ആരോപണമായി ആര് കൊണ്ടുവരുന്നു? കരിമ്പിലാക്കൽ. കോടമ്പുഴയ്ക്ക് മുമ്പ് അയാൾ പ്രസംഗിച്ചതാണ് പുളിക്കലിൽ വെച്ച്. ഇപ്പൊ അയാൾക്കും അതേ ഗതി. കരിമ്പിലാക്കൽ നമ്മളെ ക്ലിപ്പിട്ടിട്ട് തന്നെ പറയുന്നു. ഒരു ഭാഗത്ത് ജിന്നിനെ അടിച്ചിറക്കി പരാക്രമം കാണിച്ച് പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് ജിന്നിനെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചു സഹായം തേടാമെന്ന് വാദിക്കുക. അങ്ങനെ വാദിച്ചു വന്നിരിക്കുന്ന ആളുകൾ മട്ടാഞ്ചേരിയിലെ 8 നില പൊട്ടി. അവിടെ മാത്രമല്ല, പിന്നെ ചക്കര കാച്ചാൻ വന്നു, ചക്കരപ്പറമ്പില്. അവിടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ കേട്ടോളി, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. പള്ളിപ്പടി ഉപ്പാപ്പാക്കാക്കണേ, അത് സഹായം തേട്ടമാണ്. അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, അത് സഹായം തേടലാണ്. അത് ശിർക്കല്ല എന്ന് ഞങ്ങളെ വാദം, ശിർക്കാണ് നിങ്ങളെ വാദം. അതേപോലെ ജിന്നെ സഹായിക്കണേ എന്ന് സഹായം തേടൽ ശിർക്കാണ് എന്നാണോ ശിർക്കല്ല എന്നാണോ പെങ്ങളെ വാദം? അത് നിങ്ങൾ പറയണ്ടേ? കൃത്യമായി പറയണം.
എന്താ ചക്കരപ്പറമ്പ് പറഞ്ഞത്? ഞങ്ങളെ പള്ളിപ്പടി ഉപ്പാപ്പ കാക്കണേ എന്ന് വിളിക്കുന്നു. പള്ളിപ്പടിയിലെ ഉപ്പാപ്പാനെ ഞങ്ങൾ വിളിക്കുന്നു, മരിച്ചുപോയ ഉപ്പാപ്പാനെ. അദൃശ്യനാണ്. എങ്ങനെയാണ് സഹായിക്കാൻ നമ്മൾ കാണുന്നില്ല, അഭൗതികമാണ്. എന്നാൽ നിങ്ങൾ പള്ളിപ്പടിയിലെ ജിന്നിനെ വിളിക്കുന്നു, മലക്കിനെ വിളിക്കുന്നു. ഉപ്പാപ്പാനെ വിളിക്കുന്നത് ശിർക്കും ജിന്നിനെ വിളിക്കുന്നത് തൗഹീദുമാകുന്നത് എങ്ങനെ? അഥവാ ജിന്നിനെ വിളിക്കൽ ശിർക്കാണോ അല്ലേ? പറയണം, പ്രതികരിക്കണമെന്ന് ചക്കരപ്പറമ്പിലും മണിക്കൂറുകൾ നീണ്ടുനിന്ന് മുസ്ലിയാക്കന്മാർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടി കേട്ടോളി. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, 2 പുസ്തകവും ഞങ്ങളെ കയ്യിൽ പിടിക്കുന്നു, വ്യക്തമായി കണ്ടോളൂ. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിലെന്താ പറഞ്ഞത്? മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം, എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള സഹായം പാടില്ല, അത് ശിർക്കാണ്. ജിന്നിനോട് മലക്കിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് കുഞ്ഞീദ് മദനിയുടെ ഈ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ട് നിങ്ങളുടെ ജബ്ബാർ മൗലവി ഇതിൽ പറയുന്നത് ജിന്നെ രക്ഷിക്കണേ. അത് പ്രാർത്ഥനോ സഹായാർത്ഥനങ്ങൾ എന്തോ പേരിട്ടോ, അത് കൃത്യമായി ഒരു ശിർക്കുമല്ല എന്ന് എഴുതി വെച്ചു. അത് നിങ്ങൾ വിശദീകരണം പറഞ്ഞല്ലോ. നിങ്ങളെ വിശദീകരണം എന്താണ് നേരത്തെ വായിച്ചല്ലോ, ഞങ്ങൾ കൃത്യമായി വായിച്ചു കേട്ടോ. ഇതാ പത്രാധിപരുടെ മറുപടി, എന്താ അതിനെ വിശദീകരിച്ചു നോക്കുമ്പോ അതിലപ്പുറത്തായി. കാരണം എന്താ? അതൊന്നുകൂടി വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികമായോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? തെറ്റാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ച ആദർശത്തിന് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ മുജാഹിദുകളുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് അത് പറയാൻ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം കൊടുത്തതാരാണ്? അവർക്കതിന് ചങ്കൂറ്റം കൊടുത്താരാ? അവർക്കതിന് തന്റേടം കൊടുത്താരാ? അവരാണ് ഈ അക്രമികൾ, ഈ നവയാഥാസ്ഥിക പുരോഹിതന്മാർ. കെ കുഞ്ഞീദ് മദനി സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആദർശപരമായി തൗഹീദിന്റെ കൂടെ നിന്നൊരു വ്യക്തിത്വം, മരിക്കുവോളം അത് കൊടുക്കുവാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ. ആ മഹാനുഭാവൻ വളരെ കൃത്യമായി എഴുതി വെച്ചത് അഭൗതികമായി അദൃശ്യമായി മനുഷ്യനെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ, മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല. ആ വാദഗതികളെ കുഴിച്ചു മൂടിക്കൊണ്ട് വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ അവിടെ വല്ല ജിന്നോ മരക്കോ ഉണ്ടാകുമെന്ന് കരുതി പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതിൽ അഭൗതികമില്ല, അത് ശിർക്കുമല്ല എന്ന് എഴുതി വെച്ചത് വേറൊരു മൗലവി. മറ്റവരല്ല, അടുത്ത നാട്ടുകാരനാ ജബ്ബാർ മൗലവി. രണ്ട് കൂട്ടരും മനസ്സിലായോ? ഇതേ പാവം കായക്കുടിയിലെ കുറ്റം പറഞ്ഞ എന്തേ ഉണ്ടാത്തത്? ഇതേ ഗതിയാണോ ഉണ്ടായത്? ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വെച്ച് ചോദിച്ചു, അലിമദനി നിങ്ങൾ അലിമദലിന്റെ അല്ലേ അതോ അലിമദലിന്റെ ജിന്നാണോ? എന്താ മിണ്ടാത്തത്? മിണ്ടാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇല്ല. ഞങ്ങൾ എത്ര ചോദിച്ചു. ആ കേട്ടോളൂ, കോടമ്പുഴയിലേക്ക് ക്ലിപ്പിട്ടല്ലോ, അത് മട്ടാഞ്ചേരി കായക്കുടി ഒരു പൊട്ടിപ്പോയി. ഇവർ ഞങ്ങൾ അതേ ചോദ്യം അതേ കരിമ്പിലാക്കലിനെ ഇരുത്തിയിട്ട് കോടമ്പുഴയിൽ വെച്ച് ചോദിച്ചു. അവിടെ ജബ്ബാർ മൗലവി, ഇവിടെ ചെറിയ മുണ്ടാവും, അത്ര വ്യത്യാസം. കോടമ്പുഴ അസ്ഥാനത്തായ അങ്ങനെ കണ്ടോ? ശരിക്കും ശ്രദ്ധിക്കേണ്ടിയിരുന്നു നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ. കൃത്യമായി ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ശരിക്കും കേട്ടോളൂ. ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു. എന്റെ സുഹൃത്ത് അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്പിരിയം ഒരു ഉദാഹരണം പറയാം. റിഫായി ഷെയ്ഖിനെയും വിളിക്കുന്നു. റിഫായി ഷെയ്ഖിനെ വിളിക്കുന്ന പത്തപ്പിരിയ ഉസ്താദ് എന്നോട് ചോദിക്കുന്നു, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന നിങ്ങളുടെ പ്രമാണം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, സഖാഫി ഉസ്താദെ, നിങ്ങൾ റിഫായി ഷെയ്ഖിനെയും വിളിക്കുന്നു, ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും വിളിക്കുന്നു, പ്രമാണം രണ്ടു കൂടി തീരുമാനിച്ചാ പോരെ, സംഗതി രണ്ടും ഒന്നാണല്ലോ എന്ന് ഞാൻ അന്ന് മട്ടാഞ്ചേരിയിൽ പഠിപ്പിച്ചിരുന്നു. ഇത് മുജാഹിദ് ആഘോഷിച്ചോളും, ഞങ്ങൾക്ക് പണിയെടുക്കണ്ട. ഞങ്ങൾ ചോദിക്കുന്നു, ആണത്തമുണ്ടോ നിങ്ങൾക്ക്? മുന്നിൽ വെച്ചല്ലേ ചോദിക്കുന്നത്. ഇത് നിങ്ങളാളല്ല എന്ന് പറയുന്ന ധൈര്യമുണ്ടോ? നിങ്ങളാളല്ല ഇത്, അല്ലെങ്കിൽ പറ നിങ്ങളാളല്ല. നിങ്ങളുടെ ഷബാബിന്റെ ചീഫ് എഡിറ്റർ. അപ്പൊ ചീഫ് എഡിറ്റർ എന്നെ മുശിരിക്കിനും കൂട്ടിയിട്ടാണോ നടത്താം?
പറയണം നിങ്ങൾ. പിന്നെ മൂപ്പർക്ക് ഒരു രക്ഷയില്ല. കാരണം ഒറ്റ പ്രശ്നം, ഇത് ജനങ്ങൾക്കെല്ലാം തിരി, മുജാഹിദിനല്ലാത്ത എല്ലാവർക്കും. എന്താണെന്നറിയോ? ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. നിഷേധിക്ക് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കരുണ നിങ്ങളോട് ഇല്ല മൗലവിമാരെ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചിലപ്പോൾ പറയും, ഉസ്താദേ നിങ്ങൾ മടപൂരികളോട് ഇത് പറയും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ അവസരം കാത്തിരുന്നതായിരുന്നു. ഞങ്ങൾ ഇതാ പറയുന്നു, തീർച്ചയാണ് നിങ്ങളുടെ നേതാവ് ചെറിയ മുണ്ടും അല്ലെങ്കിൽ അല്ലാന്ന് പറയും, കൊട്ടപ്പുറത്ത് ഉസ്താദിന്റെ കൂടെ തോറ്റു പോകുന്ന ആളല്ലേ, ഇപ്പൊ അയാൾ മുശ്രിക്കായില്ലേ? സ്കൂൾ വിട്ടു പോയാ പോരാ, നേരെ പഠിച്ചു വരണം വാദപ്രതിവാദത്തിന്. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം, ഞങ്ങൾ ഔലിയാക്കളോട് നിങ്ങൾ ജിന്നിനോട് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്നല്ലേ നിങ്ങളെ വാദം? അതോട് കൂടി കഴിഞ്ഞു നിങ്ങളെ കഥ. ഇനി നിങ്ങൾക്ക് ബദരീങ്ങളെ കുറിച്ച് ചോദിക്കാൻ, മുഹയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച് ചോദിക്കാൻ അധികാരമില്ല. അധികാരമില്ല, അധികാരമില്ല. കാരണം എന്തുകൊണ്ട്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം തേടും, അതല്ലേ പ്രശ്നം. അത് ഞങ്ങളുണ്ട് ഞങ്ങൾ പറയും, നിങ്ങളുണ്ട് നിങ്ങളുണ്ട്. ജിന്നിനെ കാണുന്നുണ്ടോ? ഉണ്ടോ? സലാം സുലമി കേൾക്കുന്നുണ്ടാവത്. അയാൾ വിചാരിച്ചു പഠിച്ചോനെ ഞാൻ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിരുന്നു. എന്തേ നാവ് പൊന്താത്തത്? ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് പറയൂ, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ മുന്നിന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഇയാൾ മുശ്രിക്കാവും, പറഞ്ഞാൽ ഇയാൾ മുശ്രിക്കാവും. പിന്നെ നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയിൽ മുഴുവൻ മുശ്രിക്കാവും, ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല. അതുകൊണ്ട് ഈ ചോദ്യം ഇന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമല്ല. കുറെ കാലം ഉമർ മൗലവിക്കൊക്കെ ചോദിക്കാമായിരുന്നു. നിങ്ങളെ കൂട്ടത്തിലുണ്ട് ജിന്നിവാദികൾ, അവരുടെ കൂട്ടത്തിലുമുണ്ട് ജിന്നിവാദികൾ. ഈ രണ്ട് ജിന്നിവാദികളും ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ പിളർപ്പിന്റെ സമ്മേളനം തന്നെയാണ്. അതിനൊന്നും യാതൊരു തർക്കമില്ല. നിങ്ങളെ ചീഫ് എഡിറ്റർ മുശ്രിക്കാകാൻ പോവുകയാണ്. മിണ്ടണം നിങ്ങൾ, തൊള്ള തുറക്കണം നിങ്ങൾ. എന്താ മിണ്ടാത്ത? നിങ്ങളെ ചോദ്യത്തിന് പ്രസക്തി കിട്ടണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറ. ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട്. പിന്നെ ഞങ്ങളോട് തെളിവോയിക്കങ്ങൾ ആരാ? നിങ്ങളും ഞങ്ങൾ അത്ര ജിന്നിനും കാണുന്നില്ല, ഔലിയാക്കളെയും കാണുന്നില്ല. ഇത്ര പാടുപെട്ടു, നിങ്ങൾ ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല അല്ലേ? സാരമില്ല, സുന്നിയായിക്കോ. അദൃശ്യം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞില്ലേ? തീർച്ചയായും പൊളിഞ്ഞു. ഞങ്ങൾ പറയുന്നു, ഇനിയോ തബറുക്കിന്റെ വിഷയം എടുത്തപ്പോ ആരാ മുശ്രിക്കായത്? CP ഉമർ സുല്ലമി. അപ്പൊ മുശ്രിക്കിന്റെ എണ്ണം കൂടി. ഒന്ന് ചെറിയ മുണ്ടം, പിന്നൊന്നാരാ? CP ഉമർ സുല്ലമി. ഇനി മുവഹിദീങ്ങളായിട്ട് ആരാ നിങ്ങളെ കൂട്ടത്തിലുള്ളത്? അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ല. ഇനി നോക്കോ നിങ്ങള്, ഇത് ഞങ്ങൾ മറ്റോരോട് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. അതിനെക്കുറിച്ച് സലാം സുല്ലമി പറഞ്ഞു കേട്ടോ, മൗനം വിദ്വാന് ഭൂഷണം, മൗനം വിദ്വാന് ഭൂഷണം. ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ പറയാത്തതിനെ കുറിച്ച് ഇയാൾ എഴുതിയതാ. എന്നിട്ട് കേട്ടോ, മൗനം പാലിക്കുകയായിരുന്നു. വിളിച്ച് മലക്കുകളെയും ജിന്നുകളെയും വിളിച്ച് സഹായം തേടൽ പ്രാർത്ഥനയാണെന്നോ ശിർക്കാണെന്നോ ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവരെ കുറിച്ച് പറഞ്ഞത് അപ്പങ്ങളും അതുപോലായില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങൾ ഇവിടെ ചരമക്കുറിപ്പ് എഴുതിയിരിക്കുന്നു. പഴയ മുജാഹിദ് ഇപ്പല്ല. എവിടെ തന്റെ ഇടം തുറന്ന് പറയട്ട് ജിന്നിനോട് തേടൽ ശിർക്കാണ്. ചെറിയ മുണ്ടം ഇത് പറയാൻ നിങ്ങളെ വിടുന്ന പ്രശ്നമല്ല. വിഷയത്തിൽപ്പെട്ടതായതുകൊണ്ടാണല്ലോ സുല്ലമി അവരെ എതിർത്തത്. വിഷയം രണ്ടും ഒന്നാണ്. കാരണം രണ്ടും അഭൗതികമാണ്, രണ്ടും അദൃശ്യജ്ഞാനമാണ്, രണ്ടും അദൃശ്യവഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായി ഞങ്ങൾ പറയുന്നു, ഇസ്ലാമിന്റെ തൗഹീദ് ഞങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നു. തൗഹീദ് അചഞ്ചലമാകുന്നു. അതേ സമയത്ത് മുജാഹിദ് ഉണ്ടാക്കിയ ആ തൗഹീദ് ഉണ്ടല്ലോ, ജിന്നുകൾ അത് പൊളിച്ചു കളഞ്ഞു. രണ്ട് ഗ്രൂപ്പിന്റെയും ജിന്നുകൾക്ക് അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഞങ്ങൾ വലിച്ചെറിഞ്ഞു. കാരണം ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നിനോട്. കണ്ടോ നിങ്ങള്, ഇത്ര കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തു. മിണ്ടിയില്ല. നമ്മളിത് നീക്കൂലെന്ന് ഉറപ്പായിട്ട് മിണ്ടി. ആ മിണ്ടിയത് എന്താന്ന് ഞാൻ കാണിച്ചരാ. ശരിക്ക് കേട്ടോ. ഇനി അലിമദനിയോട് കൊണ്ടുപോവാ. നിങ്ങൾ കുറെ പറഞ്ഞതാണ്. അലിമദനി എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ടു. അനീഫക്കുള്ള കുറ്റം എന്താണ്? ജിന്നിനോട് സഹായം തേടാൻ പറ്റോ എന്ന് ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതായിരുന്നു കുറ്റം. അലിമദനിക്ക് ഒരു അവസരം കൊടുക്കണം. നിങ്ങൾ നാട്ടിൽ മുഴുവൻ പ്രസംഗിച്ചതാ. എന്നിട്ട് നിങ്ങളെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ മിണ്ടിയില്ല. അതാ നിങ്ങളെ വിജയം എന്നെ. അതിന് തോറ്റ് തൊപ്പിയിടാന്നാ മലയാളത്തിൽ പറയാം. സുന്നികൾ പറഞ്ഞു പറഞ്ഞിരുന്നത് അവർ പോലും ഒഴിവാക്കിയത് കൊണ്ടുവരുന്നു. ഇവർ ആരാ കൊണ്ടുവരുന്നത്? അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെയുള്ള ആളുകളാണ് കൊണ്ടുവരുന്നത്.
അതുകൊണ്ട് ആ ടീമിനെ നിലക്കു നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ലാന്ന് ഹനീഫ കായക്കൊടിനെ ഇരുത്തിയിട്ടാണ് അഹ്സനിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. കേട്ടോക്കി നിങ്ങൾ. ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോട് നിങ്ങളുടെ പഴയകാല തൗഹീദ് എന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എനിക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ ടിപിക്കും എപിക്കും ഇല്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ? സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. വ്യക്തമായി പറയട്ടെ, ഇവർ തൗഹീദിന് വിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ TP തുറന്നു പറഞ്ഞു സംയുക്ത കൗൺസിലിൽ, AP തുറന്നു പറഞ്ഞു സംയുക്ത കൗൺസിലിൽ, MM മദനി തുറന്നു പറഞ്ഞു സംയുക്ത കൗൺസിലിൽ, അബ്ദുറഹ്മാൻ സലഫി തുറന്നടിച്ചു സംയുക്ത കൗൺസിലിൽ. ഇനി ഈ സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം മമ്പുറം തങ്ങളെ വിളിച്ചു സഹായം തേടുമ്പോൾ, റിഫായി ഷെയ്ഖിനെ വിളിച്ചു സഹായം തേടുമ്പോൾ, അതുപോലെ തന്നെ പ്രവാചകനെ വിളിച്ച് സഹായം തേടുമ്പോൾ അത് ശിർക്കാണ് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് അഹ്സനിമാർ പറഞ്ഞത് TPയോടും APയോടും കൂടിയാ. തിരിച്ചറിഞ്ഞോളൂ. മടവൂരിയാൾക്ക് ഈ വാദമില്ല എന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. അത് മടവൂരികളാണ് ഞങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ പറയില്ല. കാരണം എന്താ? മടവൂരികൾക്ക് വാദില്ല. അവര് നിങ്ങൾ ഐക്യ ചർച്ച നടത്തുന്നുണ്ടല്ലോ, വേഗം നടത്തി. എന്നാ മടവൂരികളോട് ഞങ്ങൾ പറയും, ആരോടും പറയും, നിങ്ങളൊന്ന് ഒന്നാവണം, എന്നാലും ഇത് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു, വ്യക്തമായ വിഷയം. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. എവിടെ മൗലവി വ്യത്യാസം? എവിടെ മൗലവി വ്യത്യാസം? ഇതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. എവിടെയാ TP വ്യത്യാസം? എവിടെയാ AP വ്യത്യാസം? നിങ്ങൾ സക്കരിയയും ടീമും ഔലിയാക്കളെ വിളിക്കുന്നതിന് പകരം ജിന്നുകളെ വിളിക്കുന്നു. ഞങ്ങൾ കാന്തപുരവും ടീമും ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു. എവിടെ മൗലവി വ്യത്യാസം? വ്യത്യാസമില്ല. ഹുസൈൻ മടവൂർ നേതൃത്വം നൽകുന്ന ടീമിനോട് ഞങ്ങൾ ഇത് പറയില്ല. ആരാ പറഞ്ഞത്? കാന്തപുരത്തിന്റെ മക്കള്, അഹ്സനിമാർ. കാരണം അവർക്കറിയാം ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രബോധനം നടത്തിയ തൗഹീദിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത് ഹുസൈൻ മടവൂർ, CP ഉമർ സുലമി, അബ്ദുൽ ഹമീദ് മദീനി, EK അഹമ്മദ് കുട്ടി സാഹിബ് ഇവരൊക്കെ നേതൃത്വം നൽകുന്ന മുജാഹിദുകളാണ് എന്ന് ഇവിടത്തെ സമസ്തക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാന്യനായ TPയോടും APയോടും MM മദനിയോടും അബ്ദുറഹ്മാൻ സലഫിയോടും പറയാനുള്ളത്, നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ള വല്ല അവകാശവും തിരിച്ചു ലഭിക്കണമെങ്കിൽ തൗഹീദിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്, ഷിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തിയിട്ടുണ്ട് എന്ന് സംയുക്ത കൗൺസിലിൽ നിങ്ങൾ പ്രഖ്യാപിച്ച സക്കരിയ സലാഹിയെയും ടീമിനെയും ഉടനടി സംഘടനയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്തിനാണോ നിങ്ങൾ പറഞ്ഞത്? സക്കരിയനും ടീമിനെയും പുറത്താക്കാത്തിടത്തോളം കാലം തൗഹീദ് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പ്രസംഗിച്ച മടവൂരികളെ, അലിമദനി, കരിമ്പിലാക്കൽ, ഇതാ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കുന്നു.
ഏത് ഊരിക്കുമെന്ന് നോക്കാം. ഇത് AP ഭാഗം മുജാഹിദിന്റെ ബുക്കല്ല. പറയണം ഇതാരുടെ ബുക്കാണ്? നിങ്ങളെ ശബാബിന്റെ എഡിറ്റർ. ഞങ്ങൾ ചോദിക്കാതിരിക്കും നിങ്ങൾ വിചാരിച്ചത് തന്നെ. വിഷയം വേറെയാണല്ലേ, തൗഹീദ വിഷയം. ഇതിലെന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവി പറഞ്ഞു ഇത് മടവൂരികളെ ബുക്ക്, അവരുടെ നേതാവ് ചെറിയ മുണ്ടത്തിന്റെ ബുക്ക്. ഞാൻ വായിച്ചരാ കേട്ടോ. ഇതിന്റെ 104-ാമത്തെ പേജ് ഒറ്റവാദന. വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ജിന്നുകളോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല എന്ന് നിങ്ങളുടെ നേതാവ് ചെറിയ മുണ്ടം അതെന്നെ ജബ്ബാർ മൗലവി പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് കുടുങ്ങിയപ്പോൾ പറഞ്ഞെന്താ? ആര്? കരിമ്പിരാക്കൽ പറഞ്ഞത് കേട്ടോ. കേൾപ്പിച്ചു തരാ. ചെറിയ മുണ്ടൻ ഞങ്ങൾ ആള് തന്നെയാണ്, അയാൾ മുശ്രിക്കായിട്ടില്ല, ഇനി ആവുകയുമില്ല. വലിയ മേലാൽ വരുന്ന അഭിഷേകം പറഞ്ഞോവർ വലിയ മഹാനല്ലേ. കേട്ടോളൂ പറയും. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയെ മുശ്രിക്കാണെന്ന് പ്രഖ്യാപിക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി മുശ്രിക്കല്ല, ആവുകയുമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവല്ലേ? അദ്ദേഹം മുശ്രിക്കാണോ? അല്ല, അദ്ദേഹം മുശ്രിക്കല്ല, ആവുകയുമില്ല. മുശ്രിക്കിനെ അറിയണമെങ്കിൽ സ്വന്തം കണ്ണാടി നോക്കിയാൽ മനസ്സിലായി നിങ്ങൾക്ക്? മുശ്രിക്കിനെ അറിയണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ണാടിന്റെ സഹായം തേടി നിങ്ങൾ മുശ്രിക്കാണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. കളി നമ്മളോട് നടക്കില്ല മോനെ. ഇയാൾ മുശ്രിക്കല്ല. മടപൂരികളെ, ഇത് നിങ്ങളെ ബുക്കല്ലേ? ഇയാൾ ശബാബിന്റെ എഡിറ്റർ അല്ലേ? നിങ്ങളെ മുഫ്തിയല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ജബ്ബാർ മൗലവിയുടെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമായി? ഞങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ മിണ്ടണ്ട. ഞങ്ങൾ ആരെയും കുറ്റം പറയും. കാരണം എന്താ? ഞങ്ങളെ തൗഹീദ ചഞ്ചലമാണ്, ഞങ്ങൾക്ക് മാറാത്ത തൗഹീദ. നിങ്ങൾ ഇത് ഇപ്പൊ പരിശോധിക്ക. ഏത് മടവൂരിക്കും ഇല്ലേ? ഇത് പ്രാർത്ഥനയല്ല എന്നല്ലേ ജബ്ബാർ മൗലവി പറഞ്ഞു? അല്ലേ? ഇത് അയാൾ വിശ്വസിക്കല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇതിനേക്കാൾ തന്റെ ഇടം കാണിച്ചത് കായക്കൊടിയാണ്. ഉള്ളതിലുള്ള മാതിരി നമ്മൾ പറയുന്നത്. മട്ടാഞ്ചേരിയിൽ എന്ന് പറഞ്ഞില്ല, ചക്കരപ്പറമ്പിൽ എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ പിന്നാലെ കൂടി ലാസ്റ്റ് മൂവാറ്റുപുഴയിലെത്തി. മൂവാറ്റുപുഴയിൽ നമ്മൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം. ഇനി മൂവാറ്റുപുഴ കാണാം. രണ്ടും നിങ്ങളൊന്ന് താരതമ്യപ്പെടണം നടത്തി. ഇത് കായക്കൊടിയോടുള്ള ചോദ്യം. അയാൾ ലത്തീഫിനേക്കാൾ അലിമദിനേക്കാൾ കുറച്ചുകൂടി ധൈര്യം മൂവാറ്റുപുഴയിൽ കാണിച്ചു. കാരണം എന്താണെന്നറിയോ? കേട്ടോ, ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കണം. വിജനപ്രദേശത്ത് വെച്ച് ഇതൊരു ഓപ്പറേഷൻ തന്നെയാണ്, പോസ്റ്റ്മോർട്ടം തന്നെയാണ്. വഹാബി രണ്ട് കൂട്ടരെയും പഠിക്കണം നിങ്ങൾ, അറിയണം നിങ്ങൾ. ഇനി വഹാബിസത്തിന് നിലനിൽപ്പില്ല. ഒഴിച്ചുമൂടൽ താജുൽ ഉലമയുടെ നാട്ടിൽ നിന്ന് തന്നെയാകട്ടെ. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇല്ല, നിങ്ങൾക്ക് മാപ്പില്ല. മാറ്റിമറിച്ച് തൗഹീദ് 2012 തൗഹീദ് 2013 ഉണ്ടാക്കുന്ന നിങ്ങൾ ആ തൗഹീദ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തൗഹീദ് ഉണ്ട്, അത് അചഞ്ചലമായ തൗഹീദാ. കേട്ടോ, കായക്കൊടിയോട് ചോദിച്ചു വിജനപ്രദേശത്ത് വെച്ച്. ഈ ചോദ്യം ശരിക്കും പഠിക്കണം. വിളിച്ച വിജനമായ ഒരു സ്ഥലത്ത്, വിജനപ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അല്ലേ? അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ശരിക്കും പഠിച്ചോളൂ. ഇത് മുജാഹിദിനെ കണ്ടാൽ ചോദിക്കണം. ഏത് ഗ്രൂപ്പായാലും നിൽക്കുന്നത് മുജാഹിദിനെ നിൽക്കുന്നു മോനെ, നമ്മളെ വിജനപ്രദേശത്ത്. അപ്പൊ തന്നെ ഓടും, പിടിച്ചിരുത്തന്നെ അവിടെ. പിന്നെ വിജനപ്രദേശത്ത് വെച്ച് നമ്മൾ വിളിക്കുകയാണ് അല്ലാഹനല്ല. യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ ഞങ്ങളെ സഹായിക്കണം. ഈ വിളിച്ചവൻ കാഫിറാണോ മുശ്രിക്കാണോ? അതാ ചോദ്യം. വിളിക്കണമെന്ന് ആരാ പറഞ്ഞത്? ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹദീസ് ദഈഫാണെന്ന് വാദമുണ്ടോ? കയറിവാ സ്വഹിയാന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഇമാമികളെക്കാൾ ഉഷാറാ. അപ്പൊ സക്കരിയാസ്ലായി പറയാ, നബവി ഇമാം വഴിവേച്ചപ്പോ വിളിച്ചിട്ടുണ്ടെങ്ങനെ അത് ഹദീസ് സ്വഹിയാന്ന് വിചാരിച്ചിട്ടാണ്. നബവി ഇമാം സ്വഹിയാന്ന് വിചാരിച്ചെങ്കിൽ ഞങ്ങളും ആ വിചാരത്തിലാണ്. കേട്ടോ, നബവി ഇമാമിന്റെ വിചാരം തള്ളി നിങ്ങളെ വിചാരം എടുക്കാൻ എന്ത് കോപ്പാ നിങ്ങളെ കയ്യിലുള്ളത്? പറയണം സമുദായത്തിൽ.
നോക്കൂ നിങ്ങൾ. എന്നിട്ട് കായക്കുടി പറഞ്ഞ പരിപാടി ലത്തീഫിനേക്കാൾ ഉഷാറാ. അയാളാണ് വാദം പറഞ്ഞു അത് ശിർക്ക് തന്നെയാണ്. ജിന്നിനോട് വിളിച്ചാലും വിജനപ്രദേശത്ത് വിളിച്ചാലും ആരെ വിളിച്ചാലും ശിർക്കിന്റെ ഘോഷയാത്രയാണ്. കണ്ടോളൂ. തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജനപ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ്. ഇവിടെ കോടമ്പിൽ ഒക്കെ വിഷയം തൗഹീദാണ്. കായക്കൊടി പോലും പറഞ്ഞില്ല അത് വിഷയത്തിൽപ്പെട്ടതല്ല. കാരണം ഇവരെക്കാൾ ബുദ്ധി കായക്കൊടിക്കുണ്ടല്ലോ. അതാണ് അയാളോട് നമ്മൾ ചോദിച്ചു, ഈ ബുക്ക് കോടമ്പുഴയിൽ വായിച്ച പോലെ ജബ്ബാർ മൗലവിന്റെ ബുക്ക് രണ്ടും ഒരേ ആശയ, അത് നമ്മൾ മൂവാറ്റുപുഴയിൽ വായിച്ചു ചോദിച്ചു, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ഇവിടെ ചോദിച്ചു ഇയാൾ മുശ്രിക്കാണോ? കായക്കൊടിയുള്ള ചോദ്യം. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാ ഇത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയും. മൂവാറ്റുപുഴയിൽ നമ്മൾ ചോദിച്ചതാ, അതിന് കായക്കൊടി എന്താ? അയാൾ അതൊന്നും വിഷയത്തിൽപ്പെട്ടതല്ലെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ജബ്ബാർ മൗലവി പണ്ടേ മുശ്രിക്കായിരുന്നു. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞു. അല്ലാതെ പിന്നെ ഇത് ശിർക്കാന്ന് പറയാ, ഭൗതിക മാർഗം ശിർക്കാണ് എന്നിട്ട് ശിർക്ക് അല്ലാതെ ഇവിടെ പറയാ ആ പാടില്ല. കായക്കൊടി പറയുന്ന കേട്ടോ, നേരെ പറയാൻ മടിയായിട്ട് സെൻസിങ് വായിച്ച് മൂപ്പര് പറഞ്ഞു അയാൾ പണ്ടേ മുശ്രിക്കാണ്. പിന്നെ അപ്പൊ നമ്മളെ ടീം കുട്ടികളൊക്കെ തക്ബീർ ചൊല്ലി, കോടമ്പോയിൽ പിന്നെ ബലന്നെ തക്ബീർ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. വലിയ വിജയം അതൊക്കെ. ഞങ്ങൾ പറയില്ലാന്നല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് തിരിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. കുഴപ്പമില്ല,
ഓന്റെ കായക്കൊടി നിങ്ങൾ ഈ ശിരിക്കിനെയും കൂട്ടിയിട്ടായിരുന്നോ നടന്നത്? ശിരിക്കിനെ കൂട്ടിയിട്ടാണോ തലശ്ശേരിയിൽ വന്നത്? കാരണം ഇന്നത്തേക്ക് ശേഷം നടന്നതാണ്. ചോദിച്ചു നമ്മൾ, മറുപടി ഉണ്ടായില്ല. ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നു, മൂവാറ്റുപുഴ സംവാദത്തിൽ നമ്മുടെ നേതാക്കളെ മുസ്ലിം ശരിയായില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത്. ഇനി സഹിക്കാൻ കഴിയില്ല. ഇമാമിങ്ങളെ മുസ്ലിക്കാക്കിയത് സഹിക്കൂല. നബവി ഇമാമിനോടൊക്കെ എന്താ സ്നേഹം എന്നറിയോ? ജബ്ബാറിനെ മുസ്ലിക്കാക്കിയപ്പോൾ സക്കരിയ സലാഹി മഞ്ചേരിയിൽ വന്നു കായക്കൊടിക്ക് കൊടുത്തു മറുപടി. കേട്ടോളൂ നിങ്ങൾ. ആകെ മുസ്ലിക്കാണ് പല കൂട്ടത്തിൽ, മൊത്തം എല്ലാം മുസ്ലിക്കായി പോയി. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് മുജാഹിദുകളുടെ എല്ലാ ഗ്രൂപ്പും. പറയട്ടെ, അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയതാണല്ലോ ഇവർ പറയുന്ന നിർഭയത്വം നഷ്ടപ്പെടുത്തിയ വിഷയം. ആ അബ്ദുൽ ജബ്ബാർ മൗലിയെ കൂട്ടിയല്ലേ, അദ്ദേഹത്തെ ഗുരുനാഥനായി കൊണ്ടു നടന്നിട്ടല്ലേ ഈ മൂവാറ്റുപുഴ ഒഴികെയുള്ള മുഴുവൻ സംവാദങ്ങൾക്കും നിങ്ങൾ പോയത് അല്ലേ? അപ്പൊ എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ന്യായീകരിച്ച് എനിക്ക് ആ നിർഭയത്വം നഷ്ടപ്പെടുക? പറയുന്നതിനും വേണ്ട ഒരു ന്യായ മനസ്സ് മൗലവി. ജബ്ബാർ മൗലിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല എന്ന് പറഞ്ഞ് എനിക്കാണോ നിർഭയത്വം നഷ്ടപ്പെടുക? ഇത് എഴുതിയ ജബ്ബാർ മൗലിയെ കൂട്ടിയല്ലേ നിങ്ങൾ പോയത്? ജബ്ബാർ മൗലി എഴുതിയത് ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴയിൽ പറഞ്ഞപ്പോ ഹൈസന് തിരിച്ചടിച്ചു. ആ മുശ്രിക്കിനെയും കൂട്ടിയല്ലേ നിങ്ങൾ ഞങ്ങളടുത്ത് സംവാദത്തിന് വന്ന് മറുപടി പറയാൻ സാധിച്ചോ നിങ്ങൾക്ക്? 2007 എഴുതിയിട്ടും അത് ശിർക്കാണെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ പറയുന്നത്, 2012. എന്നിട്ട് അനീഫ് ഒരു കളവൊപ്പിച്ചു. സെൻസിംഗ് മാസികയിൽ പറഞ്ഞിട്ടുണ്ട്, ആലുവ സംവാദത്തിൽ തന്നെ ഞങ്ങൾ ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലുവ സംവാദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലി എഴുതി ശിർക്കാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ടോ? സ്ഥാപിച്ചിട്ടില്ല. സെൻസിംഗ് എഴുതിയ ഒരു കളവ്, ആ കളവാണ് ഹനീഫ തെളിവാക്കിയത്. സെൻസിംഗിന്റെ കളവ് ഹനീഫയുടെ തെളിവ്. അതാ മൂവാറ്റുപുഴ സംവാദത്തിൽ ഉണ്ടായത്. അങ്ങനെ ഈ രൂപത്തിലുള്ള മാറ്റിമറിക്കലുകളും അതുപോലെ തന്നെ കോട്ടിമാട്ടലുകളും ഒക്കെ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യോജിച്ചതല്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഈ അപകടമാണ് ഇവർ സംഘടനയിലൊക്കെ മുസ്ലിക്ക്. ഈ വാദവരെ എവിടെ രണ്ടു കൂട്ടരോടായി പറയുന്നത്, മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായതട്ടം ശിർക്ക് നിങ്ങളുടെ വാദം. എന്നാൽ നിങ്ങളുടെ നേതാവ് ഷൗക്കാനി, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൽ വരെ പങ്കുവഹിച്ച ഷൗക്കാനി, നമ്മൾ ചോദിച്ചു ഷൗക്കാനി മുസ്ലിക്കാണോ? ഷൗക്കാനി മുസ്ലിക്കാണോ? 2 സീഡി പറയുന്നുണ്ട് കേട്ടോ. മൂവാറ്റുപുഴയുണ്ട്, കോടമ്പുഴ. കേൾക്കണം നിങ്ങൾ, രണ്ടും കാരണം നുണയിൽ തുടങ്ങുന്ന സീഡി കണ്ട് അടങ്ങാറാകണ്ട. നമ്മൾ സത്യത്തിൽ തുടങ്ങുന്ന സീഡി അത് കാണുക. രജ്ജാലുവിനെ കദ്ദാബ് നുണകളുടെ ഘോഷയാത്ര ഞാൻ പറയാൻ പോവാ. അതിന്റെ പുറമെ കോഴിക്കോട് വെച്ച് 8 ഗ്രൂപ്പും കൂടി ഒന്നിച്ച് സിറ്റിയിൽ ഒരു പ്രഭാഷണം ഞാൻ നടത്തിയിരുന്നു. സീഡിന്റെ പേരെന്ന തൗഹീദ് 2012 എന്നാണ്. ഇന്ന് അതിനാണ് സക്കരിയ സലാഹി ടൗൺ ഹാളിലെ ടാഗോർ ഹാളിൽ മറുപടി പറയുന്നത്. 23-ാം തീയതി അതിന് തിരിച്ചു നമ്മൾ മറുപടി പറയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അതവിടെ ഇരിക്കട്ടെ. കേട്ടോ, ഒരവസരം കൂടി സക്കരിയ സലാഹിക്ക്. അയാൾ പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഷൗക്കാനി വരെ മുശ്രിക്കാണെന്ന് ചോദിച്ചപ്പോ ആണെന്ന് പറയേണ്ടി വന്നില്ലേ കായക്കൊടി? ഇനി എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? കേട്ടോ, ചോദ്യം മുജാഹിദുകൾ പണ്ട് പറഞ്ഞിരുന്ന മറുപടി അത് പറയാൻ ഇവർ തയ്യാറായില്ല. മൂവാറ്റുപുഴയിൽ അത് പറയാൻ തയ്യാറായില്ല എന്ന് ഞാനല്ല പറയുന്നത്. ആരാ പറയുന്നത്? ലബ്ബാദാരിമി. മൂവാറ്റുപുഴ സംവാദം ഏറ്റെടുത്ത ലബ്ബാദാരിമി പറയാണ്, ഞാൻ അവരോട് പറഞ്ഞിരുന്നു മണ്ണാർക്കാട് പറഞ്ഞ മറുപടി പറഞ്ഞാൽ മതി, നിങ്ങൾ അതേ പറയാവൂ എന്ന്. പക്ഷെ പറഞ്ഞില്ല. പറയാത്തോണ്ട് എന്തായി? പല ഇമാമുകളും ശിർക്കിന്റെ ആളുകളാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. ഇമാം നവവിയെ സംബന്ധിച്ച്, ഇമാം ഷൗക്കാനിയെ സംബന്ധിച്ച് ഒക്കെ അവർ ചോദിച്ചപ്പോൾ അവർക്കത് സമ്മതിക്കേണ്ടി വന്നു. നിങ്ങൾ മൂവാറ്റുപുഴയിൽ ഹസനിമാര് പറഞ്ഞതൊന്ന് കേട്ടോളി. എന്ന് പറയണമെന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അലാ ജവാദിൽ ഇസ്തിയാനതി ബിമല്ലാ യറാഹും മനുഷ്യന്മാര് കാണാത്തവരോട് സഹായം തേടാൻ ഇതിൽ തെളിവുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതാരാണ്? മിൻ ഇബാദില്ലാഹി മിനൽ മലായികത്തി വസ്വാലിഹിൽ ജിന്നി, ജിന്നുകൾ, മലക്കുകൾ, ഇവരോട് സഹായം തേടാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നിട്ട് പറയുന്നു, വലൈസ ഫീ ദാലിക ബൗസുൻ, വലൈസ ഫീ ദാലിക ബൗസുൻ, ആ സഹായതേട്ടത്തിൽ ഒരു കുഴപ്പവുമില്ല. മുജാഹിദ് പ്രസ്ഥാനമേ ചോദിക്കട്ടെ, മൂന്നാം
വിഷയത്തെയാണ് ആകെ സർക്കാരിനെതിരായ നിങ്ങളുടെ കോടതി നിങ്ങൾ പിറച്ചു ഇന്നത്തെ ക്ഷീണത്തോടെ നഷ്ടപ്പെട്ടു ആരാണ് പിറകട്ടെ അത് ഞങ്ങളുടെ ശുദ്ധമോട് ആ പിത്തത്തിലായിക്കൊണ്ടോ ശഹരമായതിന്റെ പിറാണ് എതിർഷബോധത്തറിയ ഉദ്ദേശിക്കുന്ന പൂർണ്ണ വ്യക്തികളുമായി വ്യക്തമാക്കുമെന്ന് പിറഹന്യ അവതോത്തതിന്റെ പുറത്തായ പത്തരവാക്കാറുണ്ട് ഒന്നര വർഷത്തിൽ ഷർട്ട് ശുദ്ധിയാക്കുന്നു ശഹരത്തിന്റെ വർഷത്തിൽ ഒരു ഷർട്ടോടിനെ നമ്മൾ ശുദ്ധമ എന്നാൽ അത് ഞങ്ങളുടെ തിരുവനന്തപുരദേശ് ഞങ്ങളുടെ ഭാരതത്തെ പുരുഷനും ശക്ത അതുപോലെ തന്നെ ഞങ്ങളുടെ പുരുഷനും ശുദ്ധമായ പദവിയാണ് പുഷ്ണനും ഔദ്യോഗിക ശഹരമായ പ്രവർത്തനങ്ങൾ ഇവരുടെയായ ദേശീയമായ അംഗങ്ങളിൽ ചിലതിന്റെ നിരക്കാൻ ശഹരങ്ങൾ കാവലിന്റെ ശരത്യകത്തോളത്തിന്റെ ചരച്ചപ്പുറമത്തോളത്തിലേക്ക് ശഹര അന്നങ്ങനെ ചെയ്തപ്പോഴാണ് ബുദ്ധിമത്തിയാകുണ്ട് ഇരട്ട ശരമബോധത്തോളങ്ങളുടെ അകമ്പയ്യത്തിലും ആയപ്പോഴാൻ ശരാന്മയാന്ന് കർത്തവ്യാനങ്ങളുപേണ അവൻ ചെയ്യപ്പെട്ട ശരവും ശുദ്ധമെന്ന വിക്കം ശരക്ഷേനവിയാണ് ശരക്കുകയാണ് ശരത്തിന്റെ നഷ്ടത്തിൽ ഞങ്ങളെ തെയ്യാറുകളെ കൃഷ്ണന് ആ വിക്കം ശരച്ച് ഉപേണവിയുടെ കേസിന് വെറുതെയായി അങ്ങനെ അതിനെ രക്ഷപ്പെടുകയായി ഉപേണവിയുടെ കേസിന് ശരത്തിന്റെ നഷ്ടം എടുക്കുന്നത് ഉപേണവിയുടെ ആകാശേരിയെന്ന വീരണ അതൊക്കെ വീരണ വീട്ടിൽ വേറൊക്കെ കൊണ്ടുവരട്ടെ അവിടെ തന്നപ്പുണ്ടാക്കാൻ ശഹരയുടെ കൊടാലിന്റെ അവരുടെ ദിശ
هذا